എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ബുള്ളറ്റിൻ്റെ അവിടെയാണ് നോട്ടം. അവിടെ എല്ലാവരും വിളിച്ചു നടത്തുന്നത്. എല്ലാവരോടും സ്നേഹം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഇതൊക്കെയാണ് അവൻ്റെ വേല. ഞങ്ങളിന്ന് വൈകുന്നേരം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വന്ന കേട്ടോ. അപ്പുറത്തെ കുട്ടിയോട് സംസാരിക്കുന്നു, ഇവിടെ സംസാരിക്കുന്നു. ചേട്ടൻ വിളിക്കുന്നുണ്ട് പൊന്നിനെ. ബഹു ബഹുന്ന് വിളിച്ചാ ചേട്ടൻ വിളിച്ചാ പൊന്നിനെ. അപ്പുറത്തെ കൊച്ചിരുന്നോണ്ട് ബഹു 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 എന്ന് കാണിക്കുന്നു കേട്ടോ. അതുകൊണ്ട് പോയതാ. ചേട്ടൻ വിളിച്ചായിരുന്നോ പൊന്നിനെ? എവിടെ ആ ചേട്ടൻ പോയോ? വിളിച്ചിട്ട് പോയോ? ആ കൊച്ചിനെ നോക്കുന്ന ആ വീട്ടിലാട്ടോ. ആ കൊച്ച് ബഹു ബഹു എന്ന് വിളിച്ചിട്ട് ആ ആൺകുട്ടി വിളിച്ചിട്ട് പോയി. കൊച്ചു കുട്ടിയാട്ടോ, 10-12 വയസ്സുള്ള കൊച്ചാ. ബഹു ബഹു ഇവനോട് കളിക്കും കേട്ടോ. കുളിക്കാനോ ട്യൂഷനോ എന്തിനോ പോയി. എവിടെ പോനാ? ആ കൊച്ചിനെയായി നോക്കുന്നത് കേട്ടോ. ആ കൊച്ചിനെ വിളിക്കുന്ന ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്ന കണ്ടോ. ആ കൊച്ചു കിടക്കുന്നു പോലും. ദേ കണ്ടോ, ചേട്ടാ ചേട്ടാ. ആ കൊച്ചു വന്നു. ആ കൊച്ചു കിടക്കുന്നതായിരുന്നു കണ്ടോ. ആ വർത്താനം പറയുന്ന കേട്ടോ. ആ കൊച്ചിനോട് വർത്താനം പറയുന്നത്. ഇവൻ്റെ വർത്താനം ഇങ്ങനെയാണ്. വലിയ പെറ്റായണ്ടേ ഹസ്കി വോയിസ്. വേണ്ട അവർ വച്ചെടുക്കുന്നു. വേണ്ട കേട്ടോ. ബുള്ളറ്റിൻ്റെ അവിടെ ചെന്നെത്തി നോക്കുന്ന കേട്ടോ. അവിടെ ആരും ഉണ്ട്, അതാണ് ആ ചെന്നെത്തി നോക്കുന്നത് കേട്ടോ. പാവ അവിടെയും ചെന്ന് വിളിക്കുന്നു കണ്ടോ. മോർണിംഗ് കാഴ്ചകളാണ് കേട്ടോ ഇവിടെ. മോർണിംഗ് കാഴ്ചകൾ. അച്ഛൻ്റെ ഒരുത്തം വന്ന് കിടക്കുന്നുണ്ടോ അച്ഛൻ്റെ അടുത്ത്. കണ്ടോ. ഇരിപ്പ്, മോൻ്റെ ഇരിപ്പ് കണ്ടോ. അച്ഛൻ്റെ എക്സസൈസ്, മോൻ്റെ ഇരിപ്പ്, ഇതൊക്കെ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സമ്മതിക്കുന്നില്ല. അവൻ ചെന്ന് കിടക്കണം കേട്ടോ. അവനൊന്ന് മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ ഇന്ന് ഞങ്ങൾ റൊട്ടിയാട്ടോ. അത് റൊട്ടി ഉണ്ടാക്കി രാവിലെ വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ പോവുമല്ലോ, അപ്പോൾ റൊട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഉണ്ടാക്കി ഞാൻ രാവിലെ വച്ചു കേട്ടോ. ചിക്കൻ ഒരു ചില്ലി ചിക്കൻ പോലെ ഒന്നും ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, അതെടുത്ത് വച്ചു. പിന്നെ അപ്പോൾ രാവിലെ പിള്ളേർ പോകുമ്പോൾ പെട്ടെന്ന് അതിനെ കൊടുത്തു വിടാം. പിന്നെ അത് കുറച്ച് ചെമ്മീൻ കിള്ളി വെച്ചിട്ടുണ്ടായി, കുറച്ചേ ഉള്ളൂ കേട്ടോ. അതൊന്ന് അച്ചിങ്ങ ഒടിച്ചു രാവിലെ. അത് കഴുകി മഞ്ഞപ്പൊടിയിലൊക്കെ കഴുകി വെച്ചേക്കുന്നു. അപ്പോൾ ഈ ചെമ്മീനായിട്ട് ഒന്ന് ഒലത്ത്, നമ്മുടെ ഭാഷയിൽ ഒലത്ത്, ചിലവർ മെഴുക്ക് വരട്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒക്കെ, പിന്നെ കുറച്ച് 2-3 ഇന്ന് ബുധനാഴ്ച അല്ലേ, അപ്പോൾ ഞങ്ങൾ മീൻ കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മക്കൾക്ക് ചിക്കനൊക്കെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് ദേ ഉള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഇടിച്ച് വെച്ചിട്ടുണ്ട് അച്ചിങ്ങയ്ക്കും. പിന്നെ മീൻ ഒരു 2-3 പീസ് വയറിൻ്റെ പീസസ്. അപ്പോൾ അതേ ഉള്ളൂ കേട്ടോ. അത് ഫ്രിഡ്ജിൽ ഇരുന്നത് ഇങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു.
വയറിൻ്റെ പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മീൻ പീസ് കേട്ടോ. അപ്പോൾ അതൊരു തലയും 2-3 പീസേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മുളകിട്ട് വെക്കാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചത്തേക്കുള്ള കറിയായി. ഇന്ന് നമ്മുടെ ഭർത്താവ് പോകുന്നില്ല, ലേറ്റായിട്ട് പോളുമെന്ന് തോന്നുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് കറിയൊക്കെ വെക്കണം. മോളും ഉണ്ടാവും. മോളും ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ അവൾക്കും ഉച്ചയ്ക്ക് കൊടുക്കണം. അപ്പോൾ അത് കാരണം ഈ മീൻ ഇത് റൂയി മീനിൻ്റെയാണ്. അപ്പോൾ ഇത് കഴുകിയിട്ടില്ല, കഴുകണം കേട്ടോ, ഉപ്പിട്ട് കഴുകണം. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മുളകിട്ട് വെക്കും. പിന്നെ അച്ചിങ്ങയും ചെമ്മീനും കൂടെ ഒന്ന് മെഴുക്ക് വരട്ടും. പിന്നെ ദേ ചിക്കൻ, ഒരു ചില്ലി ചിക്കൻ ഞാൻ രാവിലത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വേണമെന്നുള്ളവർക്ക് ചിക്കൻ കഴിച്ചോട്ടെ. അപ്പോൾ റൊട്ടിയുടെ കൂടി അവർ കഴിച്ചുകൊണ്ട് പൊക്കോളും. റൊട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാൻ ദേ സ്റ്റീൽ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ജ്യൂസ്, ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും നെല്ലിക്കയും എല്ലാം കൂടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ വേറൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ എൻ്റെ മക്കളൊക്കെ എണീറ്റ് വരുമ്പോൾ കൊടുക്കും. നമ്മുടെ ഹസ്ബൻഡ് കുളിച്ച് കഴിയുമ്പോൾ അതും കൊടുക്കും കേട്ടോ. അപ്പോൾ ജ്യൂസും അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മോൻ്റെ ചിക്കൻ ദേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ മോൻ്റെ ചിക്കൻ ദേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനി കഴുകി അവൻ്റെ ചോറും വെക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിൻ്റെ ഒരു പകുതി മത്തങ്ങ എടുത്തിട്ട് അവന് ഇന്നലെ ചിക്കനിൽ ഇട്ട് കൊടുത്തതുപോലെ മത്തങ്ങയും സ്വീറ്റ് പൊട്ടാറ്റോ കേട്ടോ, അതും കാണിച്ചു തരാം. അപ്പോൾ മത്തങ്ങയും പകുതി എടുക്കും. പിന്നെ അവന് സ്വീറ്റ് പൊട്ടാറ്റോയും ഒരു ക്യാരറ്റും കൂടെ ചിക്കനിലിട്ട് ഇന്ന് അവൻ്റെ ഫുഡ് അതാണ് കേട്ടോ. അപ്പോൾ പകുതി മത്തങ്ങ എടുക്കുള്ളൂ, അവന് ഒരുപാട് കഴിക്കൂല. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാടാവും കേട്ടോ. അപ്പോൾ അവൻ കഴിക്കാതിരിക്കും. അപ്പോൾ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ക്യാരറ്റും മത്തങ്ങയും കൂടെ ഒന്ന് വേവിച്ച് ചിക്കനിലേക്ക് ഇട്ട് അവൻ്റെ ചിക്കൻ വെള്ളത്തിൽ കിടപ്പുണ്ട് ചോറുമായിട്ട് കൊടുക്കും. ഇന്നത്തെ ഫുഡ് അവൻ്റെത് അതാണ് കേട്ടോ. കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരട്ടെ. ഓരോരുത്തർ എണീക്കുമ്പം നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് കൊടുക്കും കേട്ടോ. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പോകണം. ഇച്ചിരി തണുപ്പ് വേണം കേട്ടോ ഫ്രണ്ട്സ്. അതിന് അപ്പോൾ എന്ത് അപ്പോൾ ഫ്രണ്ട്സ്, മോന് റൊട്ടി കിട്ടി ടിഫിൻ. അതും കൂടെ കെട്ടണം കേട്ടോ. അവന് ചിക്കനും റൊട്ടിയും മതി എന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ കെട്ടി ടിഫിൻ കെട്ടിയിട്ട് കേട്ടോ. മോന് റൊട്ടി ചിക്കനും മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ടിഫിനാണ്. ശരി, പുറത്ത് അരങ്ങി വരുന്നുണ്ട്. ചേട്ടന് ടാറ്റ പറയാം. ഇത് കണ്ടില്ലേ, ഇനി ചേട്ടൻ നേരത്തെ പോണം. ബൈക്ക് എടുക്കുന്നില്ലേ? ആ, ചേട്ടൻ നേരത്തെ പോണം. വെള്ളം എടുത്താ? അച്ഛൻ ഇന്ന് ലേറ്റായിട്ട് പോകൂലേ. അപ്പം അച്ഛൻ കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ച് നിൽക്കുന്ന, വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. അപ്പോൾ മോൻ്റെ ടിഫിനായി. ചിലപ്പോൾ മോൻ ഉച്ചയ്ക്ക് വരും കേട്ടോ. ഒരു 3 മണിയാകുമ്പോൾ വന്നാൽ ചോറ് കഴിച്ചോളൂ. അപ്പോൾ രാവിലത്തെ ടിഫിൻ ഒരു 11 മണിക്ക് കഴിച്ചോളൂ. അവന് ടൈമില്ല കേട്ടോ, നേരത്തെ പോകണം. അപ്പോൾ അതുകൊണ്ട് ടിഫിൻ കെട്ടിക്കൊടുത്തു. അതിനുവേണ്ടി ഞാൻ ചില്ലി ചിക്കനൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. രാവിലെ എണീക്കുമല്ലോ. ഇവൻ്റെ അച്ഛന് യോഗ ചെയ്യാൻ നേരത്തെ നമ്മൾ എണീറ്റ് ചായയും കാര്യങ്ങളും പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഇവിടെ മക്കളുടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊന്നും തട്ടിപ്പും വെട്ടിപ്പൊന്നും നടക്കില്ല കേട്ടോ. നമ്മൾ കറക്റ്റ് ടൈമിൽ നല്ല ഭക്ഷണം ഒക്കെ കൊടുക്കണം. ഈ ആർക്കാനും വേണ്ടി ഓർക്കാനിച്ച് കൊടുക്കാനൊന്നും പറ്റില്ല ഇവിടെ. മോൻ ജ്യൂസ് കുടിച്ച് പോയി. മോന് ടിഫിൻ കഴിക്കാൻ സമയമില്ല കേട്ടോ. അപ്പോൾ അവന് ഞാൻ റൊട്ടിയും ചിക്കനും കൂടെ ചില്ലി ചിക്കൻ പോലെ ഒന്നും ഉണ്ടാക്കി, ചില്ലി ചിക്കൻ എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. പെട്ടെന്ന് ചോറ് കെട്ടി കൊടുത്തു. ചിലപ്പോൾ അവൻ 3-3:30 മണിക്ക് ഈ വഴിക്ക് വരികയാണെങ്കിൽ ഫുഡ് കഴിക്കും. മോളുണ്ട്, മോളൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരും. അത് കാരണം നേരത്തെ ഹസ്ബൻഡ് കൊണ്ടുപോകും കേട്ടോ ഉച്ചക്ക് ഊണ് കഴിക്കാൻ. അത് കാരണം ദേ അച്ചിങ്ങയും ചെമ്മീനും ദേ മെഴുക്ക് പുരട്ടി വെച്ചു. പിന്നെ മുളകിട്ട് നമ്മൾ ദേ മീൻ കറി വെച്ചു. മുളകിട്ട് മോൾക്കൊന്നും ഇഷ്ടമല്ല. ഇവിടെ ചൂടായതിൻ്റെ മുളകിട്ട് കഴിക്കാൻ അവർക്ക് ഇത്തിരി വിഷമമാണ്. പക്ഷേ എനിക്ക് തേങ്ങ തിരുവാൻ സമയമില്ല. ഇന്നലെ രാത്രി തിരുവി വെച്ചില്ല. തേങ്ങ തിരുവണമെങ്കിൽ താഴെ ഇറങ്ങണം ഫ്ലാറ്റിൽ. എന്നിരുന്നാലും നമ്മുടെ ഹസ്ബൻഡ് കുറേ നാളായി ഇച്ചിരി മുളകിട്ട് വെക്കെന്ന് പറയണം. അപ്പോൾ മുളകിട്ട് മീൻ കറിയായി. അപ്പോൾ ഇത് റൂയിയുടെ വയറൊക്കെയാണ് കേട്ടോ. നമ്മുടെ കേരള ഫിഷല്ല, ഇത് ബംഗാളികളുടെ റൂയി മീനാണ്. അതിൻ്റെ വയറും തലയും ഒക്കെയാണ്. പിന്നെ ഞാൻ രാവിലെ തന്നെ ചിക്കൻ ഞാൻ വെച്ചിട്ടുണ്ടായി. ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാപ്സിക്കവും അതൊക്കെ ഇട്ടൊരു ചില്ലി ചിക്കൻ പോലെ ഉണ്ടാക്കി. അപ്പോൾ അത് പിള്ളേർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഞാൻ കുറച്ച് ടിഫിൻ കെട്ടി. പിന്നെ മോള് എണീക്കുമ്പോൾ അപ്പോൾ എല്ലാം ആയി. പിന്നെ രാവിലത്തെ റൊട്ടിയായി. അപ്പോൾ റൊട്ടി കണ്ടല്ലോ. പിന്നെ മോൻ്റെ ചോറിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്.
മോൻ്റെ സ്വീറ്റ് പൊട്ടറ്റോ ക്യാരറ്റും മത്തങ്ങയും കൂടെ അതേ ഉണ്ട്. ഇനി കുറേ പാത്രങ്ങളുണ്ട്. പിന്നെ അവൻ്റെ ചിക്കൻ്റെ പുറത്തിട്ടിട്ടുണ്ട്. അതും ഇപ്പോൾ ചോറാവുമ്പോഴത്തേക്കും അവൻ്റെ ചിക്കനും ആവും കേട്ടോ. ചിക്കനും വേഗം അതിപ്പോൾ കഴുകി വെക്കണം. ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കെന്നാ ഫ്രിഡ്ജിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇനി ആ സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ ഒന്ന് വെന്തിട്ട് ഇതിൽ കൂടെ ചേർത്ത് വെക്കും കേട്ടോ. കാരണം വേവിച്ചൊക്കെ കൊടുക്കും കേട്ടോ അവന്, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ചോറാവും, ചിക്കനാവും, അവൻ്റെ പച്ചക്കറികളും ആയി, എല്ലാം ആയി. അത് നമ്മുടെ മോൻ്റെ സ്കൂബിയുടെ ഫുഡുകളാണ്. പാത്രങ്ങൾ കഴുകാൻ പോകുന്ന കേട്ടോ. പാത്രങ്ങൾ പുറത്തെ പണിക്ക് പോകണം, അലക്കണം, ഒത്തിരി പണികളുണ്ട്. മോന് ഫുഡ് കൊടുക്കണം, മോൻ്റെ ഫുഡ് തണുപ്പിക്കണം. ഫ്രണ്ട്സ്, ഇങ്ങനെ കുറേ തിരക്കുകൾ കഴിഞ്ഞു കേട്ടോ. തിരക്കുകൾ കഴിഞ്ഞ് ഇനി മോൻ്റെ ഫുഡ് കൊടുക്കണം കേട്ടോ. മോൻ്റെ സ്വീറ്റ് പൊട്ടാറ്റോയും മത്തങ്ങയും ചിക്കനും ചോറൊക്കെ ആയിട്ട് അവന് കൊടുക്കണം. അവന് പച്ചക്കറികളൊക്കെ കൂടുതൽ കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല പൊന്ന ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സഹകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇത് തെക്കും തിരക്കൊക്കെ കണ്ടില്ലേ. ഇനി ഇന്ന് മോളും അച്ഛൻ ഇന്ന് ഓഫീസിൽ ഇവിടെ ഒരു സൗത്ത് സൈഡിൽ ഓഫീസിൽ പോയി പെട്ടെന്ന് വരും കേട്ടോ. ഊണ് കഴിക്കാനുണ്ട്. അപ്പോൾ നേരത്തെ ചോറും കറികളൊക്കെ അങ്ങോട്ട് വെച്ചു. ഇല്ലെങ്കിൽ ഞാൻ മോൻ്റെ ചോറൊക്കെ എടുത്തിട്ട് ചോറും എടുത്ത് വെച്ചിട്ട് പതുക്കെ ഒരു കട്ട് ചെയ്ത് പച്ചക്കറിയൊക്കെ വെച്ചിട്ട് പതുക്കെ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയല്ലേ, അപ്പോൾ മീൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് മോള് നിൽക്കുന്നു കേട്ടോ. മോളൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരും. അപ്പോൾ എപ്പോഴും അവിടെ പുറത്ത് മീറ്റിങ്ങിന് അവിടെ ഇവിടെയും പുറത്ത് ഇന്ത്യൻ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പുറത്തുനിന്നുള്ള എല്ലാം ഫുഡല്ലേ. അപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നല്ലവണ്ണം ഭക്ഷണം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വീട്ടിൽ. അപ്പോൾ പുള്ളിയും വരും. അപ്പോൾ മോനും ഒന്നുണ്ടാവും. മോന് ടിഫിൻ കൊടുത്ത് പോയി. അപ്പോൾ മോന് ഇനി 3 മണിക്ക് ഈ വഴിക്ക് വന്നാൽ ഒന്ന് ഫുഡ് കഴിക്കാൻ കയറും. അവനൊരു 11 മണിയാകുമ്പോൾ റൊട്ടിയും ചിക്കനൊക്കെ കഴിച്ചോളും. ജ്യൂസും കഴിച്ച് പോയി. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ തിരക്കിൻ്റെ ഇടയിലും നമ്മളിങ്ങനെ വീഡിയോ പിടിക്കുന്നു കേട്ടോ. നമുക്ക് ചെറിയ വീഡിയോ എടുക്കുന്ന ആൾക്കാരല്ലേ. എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ എല്ലാം കേട്ടോ. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലാണ് നമ്മൾ തിരക്ക് പിടിച്ച ഒരു വീഡിയോ എടുക്കൽ. ഇനി അലക്കണം, ബാത്റൂമുകൾ കഴുകാൻ ഉണ്ട്, ഒത്തിരി പണികളുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ പോകുന്നു. ദീപക്ക് വരുന്ന 12 മണിക്കായിരിക്കും. അത് ദീപക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനിയുള്ള പാത്രങ്ങളൊക്കെ അവന് കൊടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇനി ഗ്യാസ് തുടക്കാനിരിക്കുന്നു, ഒത്തിരി പണികൾ, പൂജയുടെ കാര്യങ്ങൾ കിടക്കുന്നു, അങ്ങനെ ഒത്തിരി പണികളൊക്കെ കിടക്കുന്നു. അപ്പോൾ ഞാനിത് രാവിലെയൊക്കെ എടുക്കുന്നതാണെങ്കിൽ, ഇന്നലെ എടുത്ത വീഡിയോ ഒക്കെ ആണെങ്കിലും രാവിലെ ഒക്കെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇത് 11:30 എൻ്റെ ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. നേരത്തേക്ക് എടുക്കുന്ന വീഡിയോകളായിരിക്കും. അപ്പോൾ എങ്ങനെ മോൻ ദേ കിടക്കുന്നു. മോനൊരു ബൈ പറഞ്ഞ് എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഒരു ബൈ കൊടുത്തേ പോന്നു. ഒരു ബൈ കൊടുത്തേ. ബാ ഫുഡൊക്കെ കഴിക്കാം. ബാ ഫുഡ് തരട്ടെ, മമ്മി വാരി തരട്ടെ. ഫുഡ് തരണം, തുടച്ചെടുക്കണം, പൗഡർ ഇടണം, ഈ കാലയിലൊക്കെ ക്രീം ഇടണം. ബാ ഒരു ബൈ പറഞ്ഞു. ഒരു ബായ് കിടന്നും കൊണ്ടാ ബൈ തരുന്നത് കേട്ടോ. ബായ് കണ്ടോ, മോൻ ബൈ തന്നു. ഒന്നും കൂടെ ഈ കൈ കൊണ്ട് തന്നെ പൊന്ന. ഗുഡ് ബോയ് അമ്മയുടെ മോൻ ഗുഡ് ബോയ്. അവിടെ അയ്യോ വഴിക്കറ്റ് ഓർക്കണം. ഈ കൈ കൊണ്ട് തന്നെ ബൈ തന്നെ. ഈ കൈ കൊണ്ട് തന്നെ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ആൻറ്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ എവിടെ ബൈ കൊടുത്തേ. ബാ വന്നേ. ബൈ തന്നേടാ. ഒരിക്കൽ തരുള്ളൂ കേട്ടോ. മൂഡ് വേണം. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.